ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ക്രിസ്മസ് സ്പെഷ്യൽ ബീഫ് വരട്ടിയതാട്ടോ. നല്ല അടിപൊളി ടേസ്റ്റോടെ ബീഫ് വരട്ടിയത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റാണ്. ഈ ക്രിസ്മസിനൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബീഫ് വരട്ടിയതാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ ബീഫ് വരട്ടിയത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതാണ്ട് ഞാൻ 1 കിലോ ബീഫ് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഞുറുക്കി. അതിലേക്ക് ഞാൻ 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനാട്ടോ. അപ്പോൾ അതാണ്ട് 1 തണ്ട് കരിയാപ്പില ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച മസാലയും കൂടി ഇട്ട് കൊടുത്ത ശേഷം 1/2 സ്പൂൺ ഉപ്പ്, ഒരു ശകലം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഈ ബീഫും മസാലകളൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. മിക്സ് ചെയ്തൊരു 10 മിനിറ്റ് വെച്ച ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാതെ തന്നെ കുക്കറിൽ ഇത് വേവിച്ചെടുക്കണം. എത്ര വിസിലാണോ നിങ്ങളുടെ കുക്കറിൽ ബീഫ് വേവുന്നത് അതനുസരിച്ച് വിസിൽ കേൾപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാണ്ട് അത് വേകുന്ന നേരം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മളിതിനകത്ത് സവാള ചേർക്കുന്നില്ല, ചെറിയുള്ളി മാത്രം ഇട്ടാട്ടാ ഈ ബീഫ് വരട്ടിയത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയുള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 മുറി തേങ്ങ ഇതുപോലെ തേങ്ങ കൊത്താക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു ഉരുളി വെച്ച് കൊടുക്കാം. ഉരുളിയിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായ ശേഷം 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കും തേങ്ങക്കൊത്ത് ചെറുതായിട്ട് വേണമെങ്കിൽ അരിയാം, ഇതുപോലെ നീളത്തിൽ വേണമെങ്കിലും അരിയാം. അത് നമ്മുടെ ഇഷ്ടാനുസരണം എടുത്തോണം. ഞാൻ നീളത്തിലാട്ടോ അരിഞ്ഞെടുത്തത്. തേങ്ങക്കൊത്ത് എത്ര ചേർത്താലും നല്ല ടേസ്റ്റാട്ടോ ബീഫ് വരട്ടിയതിന്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ. പിന്നെ നമ്മൾ സവാള ചേർക്കാതെ ഇങ്ങനെ ചെറിയ ഉള്ളിക്കകത്ത് ബീഫ് വരട്ടിയത് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ബീഫ് കറി വയ്ക്കുമ്പോൾ ചെറിയ ഉള്ളിയും സവാളയും കൂടെ പകുതി ചേർക്കാറുണ്ടല്ലോ. പക്ഷേ ഇത് ചെറിയ ഉള്ളിക്കകത്ത് മാത്രം ചെയ്യുന്നത് കൊണ്ട് നല്ലൊരു ടേസ്റ്റാട്ടോ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ തന്നെ. അപ്പോൾ അതാണ്ട് ഞാൻ ഇത് തേങ്ങയൊക്കെ മൂത്ത് വന്ന ശേഷം നീളത്തിലരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയാട്ടോ. നമ്മളെടുത്ത ബീഫിനനുസരിച്ച് ഇഞ്ചിയും വെളുത്തുള്ളി എടുക്കണേ. വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ 10-15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി കരിയാപ്പിലയും തൊട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഇത് മൂത്ത് വന്ന ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും മതി കേട്ടോ. ഇതും കൂടി ഇട്ട് നമുക്ക് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ അത് നല്ലതുപോലെ വഴണ്ട് വന്ന ശേഷം അതിലേക്ക് 2 തക്കാളിയും 3 പച്ചമുളക് കീറിയതും കൂടെ കേട്ടോ. അതും കൂടെ നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മൾ മസാല ഈ ഉള്ളിക്കകത്ത് ഇട്ട് തന്നെയാണ് മൂപ്പിക്കുന്നതെങ്കിൽ മസാല ഇട്ട ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുത്താൽ മതി മൂപ്പിച്ച ശേഷം. ഇപ്പം ഞാൻ അങ്ങനെയല്ല, വേറെയാണ് ഞാൻ മൂപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അത് അടച്ച് വഴണ്ട് വരുന്ന നേരം കൊണ്ട് നമുക്ക് മസാല മൂപ്പിക്കാം. ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി, 2.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ബീഫ് മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഇത്രയും ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളിക്കകത്തിട്ട് മൂപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഇട്ട് മൂപ്പിക്കാം. അത് വഴണ്ട് വന്ന ശേഷം നല്ലതുപോലെ മൂത്ത് വന്ന ശേഷം തക്കാളി ഇട്ട് മൂപ്പിച്ചെടുത്താൽ മതി. ഇങ്ങനെ മൂപ്പിക്കുന്നതാണ് എളുപ്പം. അതുകൊണ്ടാട്ടോ ഇങ്ങനെ മൂപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മൂപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഈ ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ കരിഞ്ഞു പോകാതെ തന്നെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. എണ്ണയൊന്നും ചേർക്കണ്ട. ഈ മസാല മാത്രം തണ്ട് ഞാൻ നല്ലതുപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ വഴറ്റി അപ്പം തന്നെ ചേർക്കുകയാണെങ്കിൽ മുളക് പൊടി നേരിട്ട് ചേർത്ത് കൊടുക്കാം. അല്ല, മുളക് പൊടി നേരത്തെ മൂപ്പിച്ച് വയ്ക്കുകയാണെങ്കിൽ ആ പാനിൽ നിന്നൊന്ന് മാറ്റി വെക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇതാണ് നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇതിനോട് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ മുളക് പൊടി നല്ലതുപോലെ മൂത്തതാണ്. സവാള ചെറിയ ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴണ്ടും വന്നിട്ടുണ്ട്. ഇനി നല്ലതുപോലെ രണ്ടും കൂടെ നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കാമേ. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളിക്കകത്ത് ഇങ്ങനെ ബീഫ് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. അതുകൊണ്ട് ചെറിയ ഉള്ളിക്കകത്ത് തന്നെ ഉണ്ടാക്കി നോക്കണം. സവാളക്കകത്ത് ഉണ്ടാക്കാം, ഒന്നും കൂടി ടേസ്റ്റ് ചെറിയ ഉള്ളിക്കകത്ത് ഉണ്ടാക്കുന്നതാട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി ഇത്തിരി പൊളിക്കണം, ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ഞാൻ മിക്സ് ചെയ്ത ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്ന ബീഫും കൂടെ ഇപ്പോൾ ഇട്ട് കൊടുക്കാമേ. അപ്പം നമ്മൾ കുക്കറിൽ വെള്ളം ഒഴിക്കാതെ തന്നെയാണ് ബീഫ് വേവിച്ചെടുത്തത്. പക്ഷേ ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളമുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് വേണം നമ്മൾ ഈ മസാലയിലേക്ക് ആ ബീഫ് ഒഴിച്ചു കൊടുക്കാൻ. എല്ലാം കൂടെ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാട്ടോ. ഇനി നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് പറ്റിച്ചെടുക്കണം, നല്ലതുപോലെ വരട്ടിയെടുക്കണേ. അപ്പോൾ മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു ചെറിയൊരു സ്പൂൺ ഗരം മസാലയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നു. 1 തണ്ട് കരിയാപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി നല്ലതുപോലെ വരട്ടിയെടുക്കണേ. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ നോക്കണം. ഉപ്പില്ലേ മസാലയൊക്കെ നോക്കിയിട്ട് വേണം, തിളച്ച ശേഷം ഒന്ന് നോക്കിയാൽ മതിയേ. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചൊന്ന് ഇതുപോലെ ഒന്ന് പറ്റിച്ചെടുക്കാമേ.
അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നൊക്കെ നോക്കി ഇളക്കിയൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം തുറന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാണ്ട് ഇതിനകത്തുള്ള ചാറൊക്കെ നല്ലതുപോലെ പറ്റി വരുന്നുണ്ട്. ഇനി നല്ലതുപോലെ നമുക്ക് വരട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാൻ വീണ്ടും 1/2 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഈ ക്രിസ്മസിന് നിങ്ങൾ ഇങ്ങനെ ചെറിയുള്ളിക്കകത്തൊന്ന് ബീഫ് വരട്ടി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവേ. അടിപൊളി ടേസ്റ്റ് അങ്ങനെ ഉണ്ടാക്കിയാൽ. ഇപ്പോൾ ദാണ്ട് നമ്മുടെ ഇതിനകത്ത് ഗ്രേവി എല്ലാം നല്ലതുപോലെ പറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കറിയായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ പറ്റിക്കാതിരുന്നാൽ മതി കേട്ടോ. ഇപ്പം ഞാൻ 1/2 സ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചതാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് വരട്ടിയെടുക്കാമേ. കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലതുപോലെ ചാറ് നമുക്ക് എത്രത്തോളം പറ്റിക്കണോ അത്രയും നമുക്ക് വരട്ടിയെടുക്കാമേ. അപ്പം ഞാൻ ശക്കല ഒരു ചാറിട്ടിട്ടാണ് വരട്ടിയെടുക്കുന്നത്. നല്ലതുപോലെ നമ്മൾ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് പറ്റിക്കാതിരുന്നത് മതി. പക്ഷേ വരട്ടിയെടുക്കുന്നതാട്ടോ ടേസ്റ്റ്. പൊറോട്ടയാണെങ്കിലും ചപ്പാത്തി, അപ്പം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ബീഫ് വരട്ടി ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മുടെ അടിപൊളി ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ അതാണ്ട് അടിപൊളി ടേസ്റ്റ് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, വീട്ടിലുള്ളവർക്കും ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റാണ്. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം, ഇന്നതിൻ്റെ കൂടെ ഒന്നുമില്ല. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് നല്ലതുപോലെ ചേരും കേട്ടോ കഴിക്കാൻ. അപ്പോൾ അതാണ് നമ്മുടെ ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകണ്ട. അതുപോലെ തന്നെ കമൻസ് ഇടാനും മറന്നു പോവല്ലേ. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പീസ് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്